ഹലോ ഗൈസ്, ഇന്ന് ശിശുദിനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആദ്യം തന്നെ ശിശുദിനാശംസകൾ നേരാണ്. അപ്പോൾ ജോക്കുട്ടൻ്റെ ആനിമോളുടെ അംഗൻവാടിയിൽ ശിശുദിനത്തിൻ്റെ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ചാച്ചാജിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി അംഗൻവാടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ വാർഡ് മെമ്പർ ഉണ്ട്, പിന്നെ നമ്മുടെ ടീച്ചർമാരുണ്ട്. അപ്പോൾ അവരവിടെ റെഡിയായിട്ട് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ റാലി ഉണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ ഇന്നലെ കോമ്പറ്റീഷൻ നടന്നതിൽ കുട്ടികൾക്ക് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ആനിമോൾക്ക് ക്വിസ് മത്സരത്തിന് സെക്കൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മമാരുടെ മത്സരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മമാരെ ക്വിസ് മത്സരം ഉണ്ട്. അവരവിടെ ഇരുന്ന് ക്വിസൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ ചോദ്യങ്ങൾ നോക്കിയിട്ട് ഇരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർ കുറച്ച് പേര് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ആകെ അലമ്പാക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് കരയുന്നുണ്ട്. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ടോട് നമുക്കറിയാലോ, നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ കുട്ടിക്കുരങ്ങന്മാരുടെ സ്വഭാവമാണ് മിക്കവർക്കും. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ടോടും. അങ്ങനെ ജോക്കുട്ടനെ എങ്ങനെയൊക്കെ പിടിച്ചവിടെ ഇരുത്തി. ജോക്കുട്ടൻ അത്രയും നേരം എടുക്കാൻ പറഞ്ഞിട്ടുള്ള വാശിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു ഫോട്ടോ ഒക്കെ സെറ്റ് ആക്കിയിട്ട് വേണം നമ്മുടെ റാലിക്ക് വേണ്ടി പോകാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ടീച്ചറും അതുപോലെ തന്നെ ഹെൽപ്പറും ഒക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. കുട്ടികളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാർക്കാണെങ്കിൽ ആകെ ഓടിച്ചാടി നടക്കണം നമ്മുടെ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം ശിശുദിനം നമുക്കറിയാം, എല്ലാ സ്കൂളുകളിലും അംഗൻവാടികളിലും ഒക്കെ ആഘോഷിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ കുട്ടികളൊക്കെ ചാച്ചാജിയുടെ ഡ്രസ്സിലാണ് ആ ദിവസത്തിൽ ഒരുക്കി കൊണ്ടുവരാന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ വൈറ്റ് ജുബിയും ഇതൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് പന്നീർ പൂവൊക്കെ വെച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരും സുന്ദരി കുട്ടപ്പികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞ് പതുക്കെ നമ്മൾ റാലിക്ക് വേണ്ടി പുറത്തിറങ്ങണം കേട്ടോ. അപ്പോൾ ടീച്ചർ വൈറ്റ് കൊടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുത്ത് റാലിക്ക് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. चाचा जी की जय, चाचा जी की जय, चाचा जी की जय. അങ്ങനെ അംഗൻവാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ടീച്ചർ എല്ലാ കുട്ടികൾക്കും മിഠായി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം കലക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു. ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വെയിലത്ത് നടന്നു വന്നതല്ലേ. പിന്നെ അത് അതുപോലെ ട്രോഫികളാണ് കേട്ടോ ഇരിക്കണം മത്സരത്തിൻ്റെ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. അതന്നെ റൺവി. ഇങ്ങോട്ട് ആ ജോഹന്ന, എടാ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ അയ്യോ അയ്യോ, ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി. ആരും ഇങ്ങോട്ട് നോക്കുമല്ലോ. രണ്ടാളും ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്ക്, ആന്റീനെ നോക്ക്. അവന്തിക ചെല്ല്. അയക്കെ ഇങ്ങോട്ട് തരിക. അപ്പോൾ അമ്മമാർക്ക് വേണ്ടി നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ സമ്മാനം കിട്ടുമ്പോൾ അതിപ്പോൾ കുഞ്ഞു പ്രായമായാലും വലിയ പ്രായമായാലും ഒക്കെ അതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പം സെക്കൻഡ് കിട്ടിയത് ആൾക്കാണ്. അപ്പം ഒരു സമ്മാനം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. കുട്ടികൾക്കും സമ്മാനം കിട്ടി, എനിക്കും സമ്മാനം കിട്ടി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പായസ വിതരണം ഉണ്ടായിരുന്നു. സേമിയ പായസം നമ്മളുടെ ഒരു കുട്ടിയുടെ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ പായസം കുടിച്ച് പിള്ളേരൊക്കെ ഇവിടെ വട്ടം കറങ്ങിയിരിക്കുന്നുണ്ട്. ഇനിയിപ്പം മറ്റന്നാൾ അവർക്ക് ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. അവർക്ക് ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ കോമ്പറ്റീഷന് വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു തവണ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അമ്മമ്മയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ അവർ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള സമയം ഇങ്ങനെ അങ്ങ് പോയി കിട്ടി. അപ്പോൾ സമ്മാനം കിട്ടിയതിൽ പിള്ളേരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.